ട്രോഫികൾ വലിയ താരങ്ങളെ നിർവചിക്കുന്നു, എന്നാൽ വേദനയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇതിഹാസങ്ങളെ നിർവചിക്കുന്നത്. 1990-കളിൽ മൽദീനി തന്റെ പരമാവധി ശേഷിയിലെത്തി. ഫാബിയോ കാപ്പല്ലയുടെ കീഴിൽ മിലാൻ അജേയറായി. 52 മത്സരങ്ങൾ തോൽവി അറിയാതെ തുടർച്ചയായ ഫൈനലുകൾ. 1994-ൽ ബാഴ്സലോണയുടെ ഡ്രീം ടീമിനെതിരെ പ്രധാന താരങ്ങളില്ലാതെ AC മിലാൻ കളത്തിലിറങ്ങി. അടിയന്തരമായി മൽദീനി സെന്റർ ബാക്കായി മാറി. റൊമാരിയോയും സ്റ്റോയിച്കോവും എതിരാളികളായപ്പോൾ മൽദീനി പ്രതിരോധത്തിലെ മാസ്റ്റർ ക്ലാസ് കാഴ്ചവെച്ചു. മിലാൻ 4-0 വിജയിച്ചു. എന്നാൽ മൽദീനിക്ക് ഇറ്റലിയോടൊപ്പം ഭാഗ്യം ലഭിച്ചില്ല. 1994 ലോകകപ്പ് ഫൈനലിൽ പെനാൽറ്റിയിൽ ഇറ്റലി തോറ്റു. 2000 യൂറോയിൽ അവസാന നിമിഷ തോൽവി. പിന്നീട് 2025 ഇസ്താൻബുളിൽ 51-ാം സെക്കൻഡിൽ മൽദീനി ഗോൾ നേടി. AC മിലാൻ ലിവർപൂളിനെതിരെ 3-0 ലീഡ് നേടി. എന്നിട്ടും തകർച്ച സംഭവിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ AC മിലാൻ തോറ്റു. അതും മൽദീനിയുടെ ഏറ്റവും വേദനയുള്ള രാത്രിയായി മാറി. എന്നാൽ 2027-ൽ 38-ാം വയസ്സിൽ പരിക്കുകളോടെ അദ്ദേഹം തിരിച്ചു വന്നു. അതും ലിവർപൂളിനെതിരെ. ഇപ്രാവശ്യം AC മിലാൻ വിജയമാണ് ലഭിച്ചത്. അങ്ങനെ വീണ്ടെടുപ്പ് പൂർത്തിയായി. മൽദീനി വീണ്ടും യൂറോപ്പ് കീഴടക്കി. എന്നാൽ ആ യാത്ര അവസാനിച്ചിരുന്നില്ല.